രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തനിക്ക് മാത്രമേ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കേട്ടാൽ ലോകം ഇതുവരെ അറിഞ്ഞ ചരിത്രമൊക്കെ വെറും നുണയാണെന്ന് തോന്നിപ്പോകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മഹായുദ്ധം നടക്കാൻ പോകുകയായിരുന്നു എന്നും താൻ ഒറ്റയ്ക്ക് ഇടപെട്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതുമെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എങ്ങനെയെങ്കിലും തന്റെ പോക്കറ്റിലാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ അതിമാനുഷിക തള്ളലുകൾക്ക് പിന്നിലെന്ന് ആർക്കും വേഗത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം ട്രംപ് എണ്ണമിട്ട് പറയുന്ന വിമാനങ്ങളുടെ കണക്കാണ്. സംഘർഷത്തിനിടയിൽ 11 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് തട്ടിവിടുന്നത്. ബാലക്കോട്ട് സംഭവത്തിനു ശേഷം ഇന്ത്യയുടെ ഒരു വിമാനം നഷ്ടപ്പെടുകയും പാകിസ്ഥാന്റെ ഒരു വിമാനം വെടിവെച്ചിടുകയും ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. ആകെ 2 വിമാനങ്ങളുടെ കാര്യം മാത്രം ചർച്ചയായ ഒരു യുദ്ധത്തിൽ ബാക്കി 9 വിമാനങ്ങൾ ട്രംപ് എവിടെ നിന്ന് കണ്ടെത്തി എന്നത് വലിയൊരു രഹസ്യമാണ്. മിക്കവാറും ട്രംപ് അമേരിക്കയിലെ തന്റെ ഗോൾഫ് കോർട്ടിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാക്കക്കൂട്ടങ്ങളെ യുദ്ധവിമാനങ്ങളായി തെറ്റിദ്ധരിച്ചതാകാം. അല്ലെങ്കിൽ തന്റെ ഇടപെടലിന്റെ അക്കം കൂട്ടാൻ യുദ്ധത്തിന്റെ ഭീകരത ഒന്ന് മസാല ചേർത്ത് പറയുന്നതാകാൻ സാധ്യതയുണ്ട്. 11 വിമാനങ്ങൾ വീണിട്ടും ഇന്ത്യയോ പാകിസ്ഥാനോ അറിഞ്ഞില്ല. പക്ഷേ ട്രംപ് മാത്രം അറിഞ്ഞു എന്ന് പറയുന്നത് നയതന്ത്ര ലോകത്തെ ഏറ്റവും വലിയ തമാശയാണ്. യുദ്ധം നിർത്തിയ രീതിയെക്കുറിച്ച് ട്രംപ് പറയുന്ന ന്യായങ്ങൾ കേട്ടാൽ ചിരിക്കാത്തവർ ചുരുക്കമായിരിക്കും. നയതന്ത്ര ചർച്ചകളിലൂടെയോ സമാധാന ഉടമ്പടികളിലൂടെയോ അല്ല, മറിച്ച് കേവലം ഒരു ടാക്സ് ഭീഷണിയിലൂടെയാണ് താൻ കാര്യങ്ങൾ പരിഹരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ 200% നികുതി ചുമത്തുമെന്ന് താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാക് പ്രധാനമന്ത്രിയെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. ആണവായുധം കയ്യിലുള്ള 2 രാജ്യങ്ങൾ അതിർത്തിയിൽ യുദ്ധസജ്ജരായി നിൽക്കുമ്പോൾ ട്രംപ് അവിടെ ഇരുന്ന് ടാക്സ് കാൽക്കുലേറ്റർ അടുക്കുകയായിരുന്നെന്ന് വിശ്വസിക്കാൻ നോബൽ കമ്മിറ്റി പോലും കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് നോക്കൂ, 200% ടാക്സ് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അതോടെ അവർ പേടിച്ച് പിന്മാറിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്താണ് ഇതിന്റെ പൊരുൾ? 2 രാജ്യങ്ങൾ യുദ്ധസജ്ജരായി നിൽക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ ട്രംപ് ഉപയോഗിച്ച ആയുധം നികുതിയാണത്രേ. ആലോചിച്ചു നോക്കൂ, ആണവായുധം കയ്യിലുള്ള 2 രാജ്യങ്ങൾ വെടിയുണ്ടകൾ പായിക്കുമ്പോൾ ട്രംപ് അവിടെ ഇരുന്ന് തുണിത്തരങ്ങൾക്കും മറ്റും ടാക്സ് കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് ലോക നേതാക്കൾ തമ്മിലുള്ള ചർച്ചയല്ല, പകരം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ വാടകക്കാരെ പേടിപ്പിക്കുന്നത് പോലെയാണ് ട്രംപ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയെ പോലൊരു വൻ ശക്തി രാജ്യം ഒരു നികുതി ഭീഷണി കേട്ട പിന്നോട്ട് പോയി എന്ന് വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ആത്മവീര്യത്തെയും പരമാധികാരത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതൊന്നും പോരാന് താൻ 2.5 കോടി ജീവൻ രക്ഷിച്ച രക്ഷകനാണെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ വിളിച്ച് അഭിനന്ദിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. സത്യത്തിൽ അതിർത്തിയിലെ വെടിനിർത്തലും സമാധാന നടപടികളും ഇരു രാജ്യങ്ങളിലെയും സൈനിക തലവന്മാരും സർക്കാരും നേരിട്ട് സംസാരിച്ച് തീരുമാനിച്ചതാണ്. ഇതിനിടയിൽ ഒരു ഫോൺ കോളിലൂടെ താൻ ലോകം രക്ഷിച്ചു എന്ന് ട്രംപ് പറയുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. പണ്ട് കശ്മീർ വിഷയത്തിൽ മോദി സഹായം തേടിയെന്ന് കള്ളം പറഞ്ഞ അതേ ട്രംപിനെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സമാധാനത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി ചമയാനില്ലാത്ത നന്ദി വാക്കുകൾ സ്വയം മെനഞ്ഞുണ്ടാക്കുന്ന ട്രംപിന്റെ ശൈലി ആഗോള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ട്രംപിന്റെ ഈ 11 വിമാന കഥയും 200% ടാക്സ് ഭീഷണിയുമെല്ലാം നോബൽ സമ്മാനം എന്ന മോഹത്തിലേക്ക് എറിയുന്ന വെറും ചൂണ്ടുവിരൽ മാത്രമാണ്. തന്റെ ബിസിനസ് ബുദ്ധി നയതന്ത്രത്തിലും പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വസ്തുതകളേക്കാൾ പ്രധാനം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്നത് മാത്രമാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം വ്യക്തമാക്കിയതുപോലെ സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല. ട്രംപിന്റെ ഈ നുണക്കഥകൾ കേട്ട് കുറച്ചു നേരം ചിരിക്കാമെന്നല്ലാതെ നയതന്ത്ര ലോകം ഇതിനെ 5 പൈസയുടെ വില പോലും നൽകി കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപ് ഇത്രയൊക്കെ തള്ളിയിട്ട് നോബൽ കമ്മിറ്റി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് സങ്കടകരമായ വശം. വടക്കൻ കൊറിയയുമായി സമാധാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും ആരും സമ്മാനം കൊടുത്തില്ല. അതുകൊണ്ട് ഇത്തവണ ഇന്ത്യ പാക് വിഷയം കുറച്ചുകൂടി വലുതാക്കി പറഞ്ഞാൽ സമ്മാനം ഉറപ്പാക്കാമെന്ന് പുള്ളി കരുതുന്നു. പക്ഷേ 11 വിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നോബൽ കമ്മിറ്റിക്കാർ തലയിൽ കൈവെക്കുകയുള്ളൂ. ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇതൊരു ഹോളിവുഡ് ആക്ഷൻ സിനിമയുടെ തിരക്കഥയാണെന്നാണ്. അതിൽ ഹീറോ ട്രംപ് മാത്രമാണ്. വില്ലന്മാരെ പുള്ളി ടാക്സ് കാട്ടി പേടിപ്പിക്കും. ആകാശത്ത് നിന്ന് വിമാനങ്ങൾ പുള്ളി നോക്കുമ്പോൾ തന്നെ താഴെ വീഴും. വസ്തുതകൾക്ക് സ്ഥാനമില്ലാത്ത ട്രംപിന്റെ ഈ ലോകത്ത് അദ്ദേഹം ഇനിയും രക്ഷകനായി വരും. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ കളി മാത്രമാണ്.
ട്രംപിന്റെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ മറുപടി നമ്മുടെ നയതന്ത്ര ചരിത്രമാണ്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനും അയൽരാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഇന്ത്യക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടലില്ലാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആർജവം ഇന്ത്യ പലവട്ടം തെളിയിച്ചതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് കാശ്മീർ ആയാലും അതിർത്തി തർക്കങ്ങളായാലും, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണെന്ന് ഇന്ത്യ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. ഇതിനെയാണ് ഉഭയകക്ഷി നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യത്തിന്റെയോ മധ്യസ്ഥത ഇന്ത്യക്ക് ആവശ്യമില്ല. ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഒരു ഫോൺ കോളിൽ അവസാനിക്കുന്നതല്ല ഇന്ത്യയുടെ പ്രതിരോധ നയം. ഇന്ത്യയുടെ സൈനിക കരുത്തും കൃത്യമായ പ്ലാനിങ്ങുമാണ് സംഘർഷങ്ങളെ നിയന്ത്രിക്കുന്നത്. സംഘർഷ സമയങ്ങളിൽ ആഗോളതലത്തിൽ പിന്തുണ ഉറപ്പാക്കാനും എന്നാൽ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാതെ ട്രംപ് പറയുന്നത് പോലെ ടാക്സ് പേടിച്ചെടുത്ത തീരുമാനങ്ങളല്ല ഇത്. ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം പലതവണ വ്യക്തമാക്കിയതുപോലെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു വിദേശ നേതാവിനും ഇന്ത്യയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനാവില്ല. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയക്കാരൻ വസ്തുതയേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് തന്റെ ഇമേജ് നിർമ്മാണത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ നിർണായക ഘട്ടത്തിൽ 11 വിമാനങ്ങൾ വീണു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു അക്കൗണ്ടിംഗ് പിശകല്ല, മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധപ്രഭുവായ താൻ തന്റെ ഒറ്റ ഫോൺ കോളിലൂടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. യഥാർത്ഥത്തിൽ നോബൽ സമ്മാനം എന്ന വലിയ ലക്ഷ്യം ട്രംപിന്റെ മുന്നിലുണ്ട്. വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒരു സമാധാന ദൂതനാണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ത്യ പാക് വിഷയത്തിലെ ഈ പുതിയ അവകാശവാദങ്ങളും. എന്നാൽ നയതന്ത്ര ലോകം ഇത്ര ലളിതമല്ല. 200% നികുതി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഉഭയകക്ഷി വിഷയങ്ങളാണ്. അവിടെ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് ഇത്തരമൊരു വാദം ഉന്നയിച്ചപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം അത് കർശനമായി നിഷേധിച്ചതുമാണ്. എന്നാൽ ഓരോ തവണയും താൻ രക്ഷകനായി അവതരിച്ചു എന്ന് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ നയതന്ത്ര പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഷഹബാസ് ഷെരീഫ് തന്നെ പുകഴ്ത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇതിലൊരു ഘടകമായിരിക്കാം. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ലോക നേതാക്കൾക്കിടയിൽ ട്രംപിന്റെ വിശ്വാസ്യത കുറയ്ക്കാനേ സഹായിക്കും. ട്രംപിന്റെ ഈ 11 വിമാനങ്ങളുടെ കഥയും നികുതി ഭീഷണിയും വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. സമാധാന നോബൽ കിട്ടാൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ഒരു ലോക നേതാവിന് ചേർന്നതല്ല. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ ഈ തള്ളലുകൾക്ക് വരും ദിവസങ്ങളിലും വലിയ പ്രചാരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. കാരണം അദ്ദേഹം ഒരു മികച്ച എന്റർടൈനറാണ്. പക്ഷേ വാർത്തകളെയും നയതന്ത്രത്തെയും വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വസ്തുതകൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. ട്രംപിന്റെ ഈ നോബൽ മോഹം ഇനിയും എങ്ങനെയൊക്കെ പുറത്തു വരുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.